ഗുഡ് മോർണിംഗ്. സോ ഇന്ന് രാവിലെ ഞാനൊരു 6:30 എണീറ്റ് ഇങ്ങോട്ട് രാവിലെ ഞാൻ മോർണിംഗ് വാക്കിന് പോയാലോ എന്ന് വിചാരിക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ എന്താ ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുകയാണ്, ഹോസ്റ്റൽ ഗേറ്റ്. വാർഡനെ കാണുന്നില്ല, അത് വാർഡൻ എന്താ പറഞ്ഞു. അപ്പം ഞാനും നന്ദുണ്ട് മോർണിംഗ് വാക്കിന് പോകാൻ വേണ്ടിയിട്ട്. നല്ല അത്യാവശ്യം മടിയുണ്ടായിരുന്നു 6:30 എണീക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ എന്നെ തന്നെ പുഷ് ചെയ്ത് ഇങ്ങനെ എണീപ്പിച്ച്. ഇന്ന് എണീച്ചില്ലെങ്കിൽ നാളെയും മറ്റന്നൊക്കെ ഞാൻ മടി പിടിച്ച് കിടക്കും. സോ സൺഡേ അല്ലേ, വീക്കെൻഡ് അല്ലേ, അപ്പോൾ ഒരു നല്ല സ്റ്റാർട്ടാവട്ടെ. എനിക്കിഷ്ടമാണ് മോർണിംഗ് വാക്കിന് പോകാൻ, പക്ഷേ ആളില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരാളില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇതുവരെ പോകാതിരുന്നത്. ഇടയ്ക്ക് പോകുമായിരുന്നു. സോ ഇനിയിപ്പോൾ ഇന്ന് നന്ദുണ്ട്, അപ്പം നമുക്ക് പോവാം. അപ്പോൾ ഇന്നത്തെ മോർണിംഗ് വാക്ക് കഴിഞ്ഞിരിക്കുന്നു. മോർണിംഗ് വാക്കും ജോഗിങ്ങും പിന്നെ കുഞ്ഞു കുഞ്ഞു എക്സസൈസൊക്കെ ഉണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു. വേർത്ത് എനിക്കിങ്ങനെ ഒന്ന് വേർക്കണം, എന്നാലും എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുള്ളൂ. അത് ഞാൻ പണ്ട് വർക്കൗട്ട് ചെയ്യുമ്പോഴാണെങ്കിലും ഇങ്ങനെ എനിക്കൊന്ന് വേർത്ത ഒരിതാണ്, ഒരു ആശ്വാസമാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഇത് കഴിഞ്ഞ് ഇന്ന് നല്ല ടയേർഡാണ്. ഫസ്റ്റ് ഇതായതുകൊണ്ട് കുറേ നാൾക്ക് ശേഷം ഇങ്ങനെ ഓട്ടവും ചാട്ടവും ഒക്കെ, അങ്ങനെ അത്യാവശ്യം നല്ല ടയേർഡാണ്. പക്ഷെ അതിനെക്കാട്ടി ഡബിൾ മോട്ടിവേഷൻ ഉള്ളതുകൊണ്ട്, ഫസ്റ്റ് ഡേ മോട്ടിവേഷൻ ഉള്ളതുകൊണ്ട് ഭയങ്കര എനർജിയിൽ നിൽക്കുകയാണ്. ഇനി ഇതൊന്നും അല്ല കാര്യം, ഇതിനി കൺസിസ്റ്റൻ്റായിട്ട് കണ്ടിന്യൂ ചെയ്യുന്നുള്ളതിനാണ് കാര്യം. എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് ഇതൊന്ന് കണ്ടിന്യൂ ചെയ്യണം. ഒന്ന് രാവിലെ എണീറ്റിങ്ങനെ നടക്കണം. ഒരു നല്ല ഫ്രഷ് ഫീലിംഗ് കൂടിയാണ് ആ ഒരു ഫുൾ ദിവസത്തേക്ക്. പണ്ട് എനിക്കൊന്നൊരു സെക്കൻഡ് സെം തേർഡ് സെം സമയത്ത് നമ്മളിങ്ങനെ കൂട്ടത്തോടെ ഓടുമായിരുന്നു രാവിലെ, എൻ്റെ കുറേ ഫ്രണ്ട്സായിട്ട്. പക്ഷെ എനിക്കതിനത് എന്തോ ആപ്പൊക്കെ ഡൗൺലോഡ് ചെയ്ത് ഭയങ്കര ഇതിൽ തുടങ്ങിയതാണ്. പക്ഷെ ഒരു 2 ആഴ്ചയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ, പിന്നെ അത് നിർത്തി. അപ്പോൾ ഇതും അതുപോലെ നിർത്തുമെന്നൊക്കെ എനിക്ക് ഡൗട്ടുണ്ട്. പക്ഷെ ഞാൻ മാക്സിമം ശ്രമിക്കും ഇതൊന്ന് മോർണിംഗ് വാക്ക് ഒരു ഡെയിലി റൊട്ടീനാക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി കുറച്ചും കൂടെ പോകാനുണ്ട് ഹോസ്റ്റലിലോട്ട്, പിന്നെ അങ്ങോട്ട് പോട്ടെ. അപ്പം കുളിയൊക്കെ കഴിഞ്ഞ് ഫുഡ് കഴിച്ച് കുളി കഴിഞ്ഞ് സ്കിൻ കെയർ ഒക്കെ ചെയ്തിട്ട് നല്ലൊരു ഫ്രഷ് ഇതിൽ നിൽക്കുകയാണ്. മീൻസ് രാവിലെ എണീറ്റുകൊണ്ടാണെന്ന് തോന്നുന്നു നല്ലൊരു ഒരു മൈൻഡിന് തന്നെ ഒരു ചെറിയൊരു ഹാപ്പിനെസ്സും ഒരു ഫ്രഷ് ഫീലിംഗ് ഒക്കെ തോന്നുന്നുണ്ട്. അതെനിക്ക് ചുമ്മാ തോന്നണതാണോ അതോ ഇന്ന് രാവിലെ എണീറ്റതിൻ്റെ അതിൻ്റെ ഒരു എഫക്റ്റ് ആണോ എന്നൊന്നും എനിക്കറിഞ്ഞൂടാ. ഓക്കെ, എന്തായാലും അതൊക്കെ തോന്നണുണ്ട്. പിന്നെ ഇന്നത്തെ ഒരു മേജർ പണി എന്ന് പറഞ്ഞാൽ ഇവിടെ ഒന്ന് റൂം ക്ലീൻ ചെയ്യണം. ഭയങ്കര മെസ്സായിട്ട് ഇങ്ങനെ കിടക്കുകയാണ്, വാരി വലിച്ച് ഇങ്ങനെ കിടക്കുകയാണ്. ഞാനെന്ന് പറഞ്ഞാൽ മീൻസ് നല്ല മൂഡാണെങ്കിൽ ഇങ്ങനെ ഇരിക്കണ സാധനം ഇരിക്കണടുത്ത് തന്നെ വയ്ക്കും. ഇല്ലെങ്കിൽ ഞാൻ വലിച്ചു വാരി ഇങ്ങനെ റൂം ഞാൻ കാണിക്കണില്ല, വലിച്ചു വാരി എവിടെയെങ്കിലുമൊക്കെ ഇടും. അപ്പം ഞാൻ അങ്ങനത്തെ ഒരാളാണ്. അതുകൊണ്ട് എൻ്റെ റൂം എപ്പോഴും ഇങ്ങനെ ഒരുമാതിരി മെസ്സായിട്ട് കിടക്കും, ഒന്നും പ്രോപ്പർ ആയിരിക്കില്ല. വല്ലപ്പോഴും ഇതേപോലെ ക്ലീൻ ആക്കുമ്പോഴായിരിക്കും പിന്നെ ഒരാഴ്ച നന്നായിട്ടിരിക്കണത്. സോ അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഞാൻ ഇന്നലെ രാത്രി തന്നെ കബോർഡൊക്കെ ക്ലീൻ ചെയ്ത് കബോർഡിനൊരു സുന്ദര കുട്ടപ്പനാക്കിയിട്ടുണ്ട്. ഇനി ഇവിടെ ഒന്ന് അടിച്ചു വാരണം. കുറേ എക്സ്പയറി കഴിഞ്ഞ പ്രോഡക്റ്റും എന്തൊക്കെയോ ഇങ്ങനെ എക്സ്ട്രാ കവറും പാട്ടയും കുപ്പിയൊക്കെ എൻ്റെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ ഒരു കവറിലാക്കി വെച്ചിട്ടുണ്ട് കളയാനായിട്ട്. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കണം ഇവിടെയൊക്കെ ഉള്ളത്, എന്നിട്ട് തന്നെ എടുത്ത് കളയണം. അപ്പം അങ്ങനത്തെ കുറച്ച് പണികളുണ്ട്. അപ്പം അതിന് മുമ്പായിട്ട് ഞാൻ വിചാരിച്ച് ഞാൻ പിൻട്രസ്റ്റിൽ കണ്ടൊരു സംഭവമാണ്. ഇങ്ങനെ വീക്ക് നമ്മൾ പ്ലാൻ ചെയ്യുമല്ലോ എന്തൊക്കെയാണ് ചെയ്യേണ്ടതും, ഇങ്ങനെ ടു ഡു ലിസ്റ്റ് ഇടുന്ന പോലെ നമ്മൾ വീക്ക് പ്ലാൻ ചെയ്യണ ഒരു സംഭവം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ച് എന്തായാലും ഈ വീക്കെൻഡിൽ മീൻസ് സൺഡേ ഞാനും അത് ട്രൈ ചെയ്ത് നോക്കാമെന്ന്. സോ അപ്പം നമുക്ക് വീക്ക്ലി പ്ലാൻ എഴുതാം.
സോ ഞാൻ എന്താ സിമ്പിളായിട്ട് മൺഡേ ട്യൂസ്ഡേ വെനസ്ഡേ ഇതാ ഇങ്ങനെ ഓരോ ഇത് എഴുതിയിട്ടുണ്ട്. എനിക്കത്ര ക്രിയേറ്റീവായിട്ട് എന്താണ് പടം വരയ്ക്കാനും കാര്യങ്ങളൊന്നും അറിഞ്ഞുകൂടാ. അപ്പം ഞാൻ ജസ്റ്റ് എഴുതിയ ഷെയ്ഡിൽ തന്നെ കളർ പെൻസിൽ കൊണ്ട് ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് എൻ്റെ ക്രിയേറ്റിവിറ്റി. പിന്നെ ക്രിയേറ്റിവിറ്റിയിലല്ലല്ലോ കാര്യങ്ങൾ, നമ്മൾ പ്ലാൻ ചെയ്യണതനുസരിച്ചല്ലേ. ഈ ബുക്ക് പിന്നെ ഞാൻ മാത്രമല്ലേ കാണുള്ളൂ. അത്ര ക്രിയേറ്റീവ് ആവേണ്ട ആവശ്യം ഇല്ലയെന്നും എനിക്ക് തോന്നുന്നുണ്ട്. ഒരു അരമണിക്കൂറിന് ശേഷം ഞാൻ ഇതുവരെ വീക്ക്ലി പ്ലാൻ ഉണ്ടാക്കി കഴിഞ്ഞിട്ടില്ല. അത് അത്യാവശ്യം പാടാണ്. ഞാനിത് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ട്രൈ ചെയ്യണതുകൊണ്ട് ആണോയെന്ന് എനിക്കറിഞ്ഞൂടാ. അങ്ങോട്ട് എന്താണ് ബുദ്ധിയൊന്നും പറഞ്ഞില്ല. എന്താണ് ഇങ്ങനെ മന്ദിച്ചിരിക്കുകയാണ് ഞാൻ. ഇപ്പോഴും ഞാൻ ട്യൂസ്ഡേ എത്തിയിട്ടേ ഉള്ളൂ. മൺഡേയും ട്യൂസ്ഡേയും തമ്മിൽ യാതൊരു ഡിഫറൻസും ഇല്ല. ഏകദേശം ഒരു ഡിഫറൻസ് വെച്ചിട്ടാണ് ഞാൻ മൺഡേ ട്യൂസ്ഡേ കംപ്ലീറ്റ് ആക്കിയിരിക്കണത്. ബാക്കിയെല്ലാം ഇങ്ങനെ കോപ്പി അടിച്ച പോലെയുണ്ട് മൺഡേ ട്യൂസ്ഡേ ആയിട്ട്. വേറെ പ്ലാൻസ് ഒന്നും പറഞ്ഞില്ല. സ്റ്റിൽ തിങ്കിങ്. സോ ഇതാണ് എൻ്റെ കറണ്ട് സിറ്റുവേഷൻ ഓഫ് മൈ കബോർഡ് എന്ന് വേണമെങ്കിൽ പറയാം. ഇതെനിക്ക് തോന്നുന്നു ഞാൻ ടൂർ കഴിഞ്ഞ് വന്നിട്ട് ഇതിനൊന്നും പ്രോപ്പറായിട്ട് റീഅറേഞ്ച് ചെയ്ത് വെച്ചിട്ടില്ല ഇത്ര സമയം കിട്ടിയിട്ടും. സോ ഫുള്ളിങ്ങനെ മെസ്സായിട്ട് കിടക്കുകയാണ്. അപ്പോൾ ഇതാണ് ഞാൻ ഇന്ന് അറേഞ്ച് ചെയ്യാൻ വേണ്ടി പോണത്. ഈ ഒരു കബോർഡ് മാത്രം. ഇനി ഇതും എൻ്റെ കബോർഡാണ്. ഇതും ഞാൻ കാണിക്കുന്നില്ല, അതും ഈ അവസ്ഥയിൽ കിടക്കുകയാണ്. ബട്ട് ആദ്യം ഞാൻ ഇത് മാത്രം ഇന്ന് അറേഞ്ച് ചെയ്യാൻ പോവുകയാണ്. പിന്നെ ക്ലോത്ത്സ് ഒക്കെ ഞാൻ അന്ന് തന്നെ അറേഞ്ച് ചെയ്ത് പക്കയായിട്ട് വെച്ചിട്ടുണ്ട്. സോ അതിന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അയ്യോ, അപ്പോൾ ഓക്കെ. വാവ്, എത്ര ക്യൂട്ടാണ്. എത്ര ക്യൂട്ടായിട്ടാണ് ഞാനെല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. എല്ലാ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ സാധനങ്ങൾ ഞാൻ പുറത്താക്കി. കുറേ എന്തൊക്കെയോ സാധനങ്ങളുണ്ടായിരുന്നു, അതൊക്കെ ഞാൻ ഡിസ്കാർഡ് ചെയ്തു. എന്നിട്ട് ആവശ്യമുള്ളത് മാത്രം എല്ലാം വെച്ച് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇത് നന്ദു എനിക്ക് വേണ്ടി വാങ്ങിയതാണ്. ക്യൂട്ട് യൂണിക്കോൺ. ഓക്കെ, കഴിഞ്ഞു. റൂം ഷിഫ്റ്റിംഗ്. സിക്ക് റൂം ടു മേലത്തെ റൂം. പേഷ്യൻ്റ്. അയ്യോ, ഇന്നലെ നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഡോക്ടർ പറഞ്ഞ് സീനൊന്നുമില്ല, സ്റ്റെപ്പൊക്കെ കയറിക്കോളാം. ആടി, അത് ഒരു വരവും കൂടെ വരാം. റൂമൊക്കെ നമ്മൾ സെറ്റാക്കി. നന്ദു ഹായ്, എന്ത് തോന്നുന്നു കുറേ നാൾക്ക് ശേഷം? അങ്ങനെ നമ്മൾ അതിൻ്റെ സന്തോഷത്തിനായി മൂന്താലി വാങ്ങി. അതിൻ്റെ സന്തോഷമല്ല, ചുമ്മാ മൂന്താലി വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് പുതിയൊരു ഫ്ലേവർ നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. മൂന്താൽ മസാല അങ്ങനെ എന്തോ സംഭവം. പിന്നെ സാധാരണ നമ്മൾ മൂന്താലും ഉണ്ട്. മസാല കഴിച്ചാ കൊള്ളാവോ? ഓ മൈ ഗോഡ്. ഓക്കെ, അപ്പോൾ ഞാൻ കഴിക്കട്ടെ.